പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേ എ pivotal role in the functioning and development of capital market by facilitating transaction, regulating market activities and providing financial product to investors. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഫംഗ്ഷനിലും ഡെവലപ്മെന്റിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒന്നാണ്. ഇത് ഫെസിലിറ്റേറ്റിംഗ് ട്രാൻസാക്ഷൻ, റെഗുലേറ്റിംഗ് മാർക്കറ്റ് ആക്ടിവിറ്റി, പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്. കീ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്താണ്? ഒന്ന് DIS, ഒന്ന് FIIS, മ്യൂച്വൽ ഫണ്ട്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് DIS എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആർ ഇന്ത്യൻ എൻറ്റിറ്റീസ് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ ദ ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മാർക്കറ്റ്. ഡൊമസ്റ്റിക് ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ എൻറ്റിറ്റീസ് ആണ്. These investors include various type of institutions such as ഇതിൽ ഉള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ എന്ത് പറയാ, രാജ്യത്ത് നിലവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയാൻ പല കമ്പനികൾ ഉണ്ടാവും. അവര് ഇവിടെ ഷെയറും സെക്യൂരിറ്റി ഒക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കമ്പനികൾ, അവരാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതിലൊന്ന് ബാങ്ക്സ്, പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, ഇൻഷുറൻസ് കമ്പനീസ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പോലുള്ള ഇൻഷുറൻസ് കമ്പനികൾ, പെൻഷൻ ഫണ്ട്, ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് പെൻഷൻ ഫണ്ട് സച്ച് ആസ് ദ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പോലുള്ള കാര്യങ്ങൾ, ഇൻവെസ്റ്റ് ഇൻ ദ ലോങ് ടേം ഇൻസ്ട്രുമെന്റ് ലൈക്ക് ഗവൺമെന്റ് ബോണ്ട്, ഇക്വിറ്റീസ് ആൻഡ് ഡിബെഞ്ചേഴ്സിൽ ഇവർ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട്, ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട് പൂൾ, ദ മണി ഓഫ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക്, ബോണ്ട് ആൻഡ് അതർ സെക്യൂരിറ്റി. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു പൂൾ ഓഫ് ആണ്. കുറെ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. അവരിൽ നിന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടരാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇവര് സ്റ്റോക്കിൽ, ബോണ്ടിൽ, മറ്റു സെക്യൂരിറ്റിയിലൊക്കെയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത ട്രസ്റ്റ്, ചാരിറ്റബിൾ ആൻഡ് ഫാമിലി ട്രസ്റ്റ് ആൾസോ കോൺട്രിബ്യൂട്ട് ടു ദ ക്യാപിറ്റൽ മാർക്കറ്റ് ബൈ മേക്കിംഗ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ഉണ്ടാവും, ഫാമിലി ട്രസ്റ്റുകൾ ഉണ്ടാവും, ഇവരൊക്കെ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇനി റോൾ ആൻഡ് ഇമ്പോർട്ടൻസ്, ഇവരുടെ റോളും അതിന്റെ ഇമ്പോർട്ടൻസ്. their investment provide liquidity to the market and create price stability. ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് മാർക്കറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി കൊടുക്കുന്ന, അതുപോലെ ക്രിയേറ്റ് പ്രൈസ് സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട്. ബൈ ഇൻവെസ്റ്റിംഗ് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റി, ഡൈവേഴ്സ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റിയിൽ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. DIS helps in price discovery and market efficiency. അടുത്ത് FII, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോറിൻ എൻറ്റിറ്റി എന്ത് ചെയ്യാണ്, നമ്മളെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇവിടുത്തെ ഷെയർ എടുക്കുന്നതിന് എന്ത് പറയാ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം. അത് എടുക്കുന്ന ആളുകളെയാണ് എന്ത് പറയാ, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഫോറിൻ ബാങ്ക് ഉണ്ട്, ഫോറിൻ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇവര് കാര്യമായിട്ട് ഇന്ത്യൻ സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, ഡെറിവേറ്റീവുകളാണ് ഇവർ എടുക്കാറുള്ളത്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പ്രധാന ഡ്യൂ ടു ഈസ് ഗ്രോയിങ് എക്കോണമി പൊട്ടൻഷ്യൽ ഓഫ് ഫോർ ഹൈ റിട്ടേൺ. അടുത്ത റോൾ ആൻഡ് ഇമ്പോർട്ടൻസ്, ഇവരുടെ റോള്. FIS ബ്രിങ് ഫോറിൻ ക്യാപിറ്റൽ ഇൻ ടു ദ കൺട്രി, കൺട്രിക്ക് ഫോറിൻ ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ട്. വിച്ച് ബൂസ്റ്റ് മാർക്കറ്റ് ലിക്വിഡിറ്റി, ഇത് എന്ത് ചെയ്യുന്നു, മാർക്കറ്റിന്റെ ലിക്വിഡിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. their presence helps in the globalization of Indian capital market. ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു ഗ്ലോബലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് എൻഹാൻസ് ദെയർ ക്രെഡിബിലിറ്റി. FIS കോൺട്രിബ്യൂട്ട് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ ഫോർമേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോറിനിൽ നിന്ന് ക്യാപിറ്റൽ ആയിട്ടുള്ള ഇൻഫ്ലോ ഇവിടെ നടക്കുന്നുണ്ട്. ക്യാപിറ്റൽ ഇൻഫ്ലോ ഫ്രം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇതെന്താണ്, ഇന്ത്യൻ കമ്പനികൾക്ക് ഇവർക്കുള്ള കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ലാർജ് FII investment can also lead to market volatility due to their tendency to pull out fund rapidly adverse condition. ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ ആവും, വലിയ എന്ത് ചെയ്യും, റാപ്പിഡ് ആയിട്ട് ചിലപ്പോൾ തിരിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത ഒരു മാർക്കറ്റ് വൊളാറ്റിലിറ്റിയിലേക്ക് നയിക്കുകയും ചെയ്യും. അടുത്ത് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് നമുക്ക് അറിയാവുന്നതാണ്. ദി ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ ദാറ്റ് പൂൾ മണി ഫ്രം വേരിയസ് ഇൻവെസ്റ്റേഴ്സ് ടു ഇൻവെസ്റ്റ് ഇൻ എ ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ സെക്യൂരിറ്റി ലൈക്ക് സ്റ്റോക്ക്, ബോണ്ട്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഇതെന്ന് പറയുന്നത്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, ഇത് കുറെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഇവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അതിന്റെ ലാഭം അവർക്ക് കൊടുക്കുകയും ചെയ്യും, ലാഭവിഹിതം. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് ആർ മാനേജ്ഡ് ബൈ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്. ഇതിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, ഡെപ്ത് മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു വേർഷൻ. ഇക്വിറ്റി പറഞ്ഞാൽ ഷെയർ ഹോൾഡർ, ഷെയർ കൊടുക്കണം,
കമ്പനിയുടെ ഷെയർ കൊടുക്കുകയാണ്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ബോണ്ടിലും ട്രഷറി ബില്ലിലും ഒക്കെ നൽകുന്നത്. ഇനി ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റിയും ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റും കൂടി കൂടിയതിൽ അതിന്റെ മിക്സിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്. മണി മാർക്കറ്റ് ഫണ്ട് ഷോർട്ട് ടേം ആയിട്ടുള്ള ലോ റിസ്ക് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മണി മാർക്കറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത് ഇൻഡെക്സ് ഫണ്ട്. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് ദാറ്റ് മിമിക് എ പർട്ടിക്കുലർ ഇൻഡെക്സ്, നിഫ്റ്റി സെൻസെക്സ് പോലുള്ളവയിൽ നൽകുന്നതിന് എന്ത് പറയാ, ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. റോൾ ആൻഡ് ഇമ്പോർട്ടൻസ്. മ്യൂച്വൽ ഫണ്ട് പ്രൊവൈഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ബൈ പൂളിംഗ് മണി ഫ്രം മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ എ റേഞ്ച് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കുറെ ആളുകളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും നഷ്ടം വന്നാൽ മറ്റൊരു സ്ഥലത്ത് ലാഭം ഉണ്ടാവും. They give individual investors access to professionally managed portfolio. ഇത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് പ്രൊഫഷണലി മാനേജ്ഡ് പോർട്ട്ഫോളിയോ ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവർ കൊടുക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് ആർ റിലേറ്റീവ്ലി ലിക്വിഡ്. മ്യൂച്വൽ ഫണ്ട് എന്നാണ് റിലേറ്റീവ്ലി ലിക്വിഡ് ആയിട്ടുള്ള ഒന്നാണ്. നെറ്റ് അസറ്റ് വാല്യൂ. ദേ ഓഫർ ട്രാൻസ്പെറൻസി, ആർ ഹൈലി റെഗുലേറ്റഡ് ബൈ ദ സെബി. ഇത് ട്രാൻസ്പെറൻസിന് അതിന് പ്രധാന കാരണം സെബി ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. എൻഷുറിംഗ് ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ. മ്യൂച്വൽ ഫണ്ട് cater to various risk profile, making them suitable for both conservative and aggressive investors. എന്ന് പറഞ്ഞാൽ ഇവർ വേരിയസ് ആയിട്ടുള്ള റിസ്ക് പ്രൊഫൈൽസുകൾ ഇവർ കാറ്റർ ചെയ്തിട്ട് അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, കൺസർവേറ്റീവ് ആയിട്ടുള്ളവരും അതേപോലെ അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും സൂട്ടബിൾ ആയത് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നാലാമത്തെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യാനുള്ള ബോഡിയാണ്. ഓക്കെ, സെബി വാസ് 1988 ഇത് കൊണ്ടുവന്നത്. ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പവർ കൊടുത്തത് 1992 ഓക്കെ, 1992 സെബി ആക്ട്. ഇതിന്റെ കീ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യുക, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്, ഇതിന്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക, റെഗുലേഷൻ ഓഫ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ടാവും, മർച്ചന്റ് ബാങ്കേഴ്സ് ഉണ്ടാവും, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുക, പ്രൊമോഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. പിന്നെ റെഗുലേറ്റിംഗ് ടേക്ക് ഓവേഴ്സ് ആൻഡ് മേജേഴ്സ്, പല കമ്പനികളിൽ നിന്ന് മേർജർ ചെയ്യേണ്ടി വരും, ചിലത് ഏറ്റെടുക്കേണ്ടി വരും, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ പറയുന്ന ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമ്മൾ പറയുന്നത്. ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.